വിട്ടുരോഹി, ഇവിടെ വരൂ. എന്താ മമ്മി, ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുക. ആകെ ഒരു സൺഡേ അല്ലേ കിട്ടുന്നല്ലോ കളിക്കാനായിട്ട്. മിണ്ടാതിരിക്കെ. ആദ്യം നിങ്ങൾ എന്നോട് ഇത് പറ. ഞാൻ പ്ലേറ്റിൽ ഗോതമ്പൊടി വെച്ചിട്ടാ പോയത്. അതിലാരാ വെള്ളം ഒഴിച്ചത്? നീയാണോ രൂഹി? നീയാണോ വെള്ളം ഒഴിച്ചത്? ഈ ജഗ്ഗിലെ വെള്ളം മുഴുവൻ ഗോതമ്പൊടിയിലിട്ടത് നീയല്ലേ? പറ. ഇല്ല അമ്മ, ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കളിപ്പാട്ടത്തിന്റെ കൂടെ കളിക്കുമായിരുന്നു. ഓഹോ, അപ്പൊ ഈ കളികളൊക്കെ ഈ ജനാല വഴിയാ. ഞാൻ നോക്കട്ടെ ഈ സുനിത എന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു. പോ, നിങ്ങൾ രണ്ടുപേരും പോയി കളിച്ചോ, ഞാൻ ആഹാരം ഉണ്ടാക്കട്ടെ. അനിതയും സുനിതയും നാത്തൂന്മാരായിരുന്നു. അനിത മൂത്ത മരുമകളും സുനിത ഇളയ മരുമകളും. രണ്ടുപേരുടെയും വീട് വേറെ വേറെയാണല്ലോ, അടുക്കള ഒട്ടിയിരിക്കുകയായിരുന്നു. കാരണം ഒരേ ഭിത്തിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. അടുക്കളയിലെ ജനാല ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകും. ഈ ഒരു കാര്യം കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരുന്നു. ചിലപ്പോ അനിത സുനിതയുടെ ആഹാരം നശിപ്പിക്കും, ചിലപ്പോ സുനിത അനിതയുടെ ആഹാരം നശിപ്പിക്കും. ഈ കാര്യത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കാം. ഈ ഒരു കാര്യം കൊണ്ട് അമ്മായിയമ്മ കമലയ്ക്ക് എപ്പോഴും വിഷമമായിരുന്നു. അല്ല സുനിത, ഇത് എന്ത് ചായ ഉണ്ടാക്കിയത്? ചായയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണല്ലോ. എനിക്ക് തോന്നുന്നത് നീ ചായ ഉണ്ടാക്കാൻ മറന്നു വന്നാ. എന്താ പറഞ്ഞേ? ചായയിൽ ഉപ്പോ? ഞാൻ ചായയിൽ പഞ്ചാര ഇട്ടത്. നോക്കട്ടെ, ഇങ്ങോട്ട് തന്നേ. സുനിത ചായ എടുത്ത് കുടിച്ചു നോക്കും. അവളും തുപ്പിക്കളയും. എനിക്കറിയാം ഇതാരാ ചെയ്തേന്ന്. ഇന്ന് ഞാൻ അനിത ചേട്ടത്തിയോട് ചോദിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യം. അനിത ചേട്ടത്തി, ചേട്ടത്തി, ഇവരിതെവിടെ? ഓഹോ, ഇന്ന് ഗോപിയാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. സുനിത അടുപ്പിലെ തീ അങ്ങ് കൂട്ടിവെക്കും. അങ്ങനെ ആലുക്കറി കരിഞ്ഞു പോകും. അനിത മോളെ, അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടാണോ വന്നത്? കരിയുന്നതിന്റെ മണം വരുന്നു. ഞാൻ ഗോപിയാലോ വെച്ചിരുന്നത്. ചെറിയ തീയിലല്ലേ വെച്ചത്? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അനിത അടുക്കളയിൽ പോയി നോക്കുമ്പോ തീ കൂട്ടിയിട്ടേക്കുമായിരുന്നു. മുഴുവനും കരിഞ്ഞുപോയി. ഈ ഗ്യാസ് സ്റ്റൗ ആരാ ഇത്ര ആക്കിയത്? ഞാൻ ചെറുതീയിൽ വെച്ചിട്ട് പോയതാ. ഇത് സുനിത തന്നെയാ ചെയ്തത്. സുനിത, നീ അല്ലടി ഇങ്ങനെ ചെയ്തത്? അതെ, ഞാൻ തന്നെ ചെയ്തേ. നിങ്ങൾ എന്റെ ചായയിൽ ഉപ്പിട്ടില്ലേ? ആണോ? നീ എന്റെ ഗോതമ്പ് പൊടിയിൽ വെള്ളം ഒഴിച്ചില്ലേ? ഇന്നലെ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കിയപ്പോ അതിൽ പഞ്ചാര നിങ്ങളല്ലേ ഇട്ടത്? ഞാൻ നിങ്ങളെ എന്തേലും പറഞ്ഞോ? പറയാനാണെങ്കിൽ എന്റെയിലും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുവാ. ഇന്ന് ചെയ്തത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ചെയ്ത വിവരം അറിയും. ആ, വീണ്ടും തുടങ്ങി അവര് തമ്മിലുള്ള യുദ്ധം. ഷോ, എനിക്കറിയില്ല ഈ ഒരു ജനാല കാരണം എന്തൊക്കെ ഭൂകമ്പം ഇവിടെ ഉണ്ടാവണേ. രമേശ്, ഞാൻ എന്നോ നിങ്ങളുടെ അടുത്ത് പറയണ ഇതൊന്ന് അടച്ചു വെക്ക്. ആ ജനാല ഇല്ലെങ്കിൽ ഇവരുടെ ശബ്ദം പോലും ഉണ്ടാവൂല. നീയും കേക്കത്തില്ല, അവൻ മുകേഷും കേക്കില്ല. ശരിയമ്മേ, 1-2 ദിവസം കഴിയട്ടെ, എന്നിട്ടൊരു പണിക്കാരനെ വിളിച്ച് ആ ജനൽ അടപ്പിക്കാം. അനിതയും സുനിതയുടെ ഈ ഒരു കാര്യം കാരണം വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. 2 ആഴ്ച അധികം പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിലും അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും പ്രശ്നം തുടങ്ങി. എനിക്ക് ഉറപ്പാ അനിത ചേച്ചി മനഃപൂർവ്വം ആ പല്ലിനെ എന്റെ അടുത്തേക്ക് അയച്ചതാണ്. കാരണം എനിക്ക് പല്ലിയെ പേടിയാണല്ലോ. എന്റെ ദൈവമേ, ഇനി പല്ലി കാരണവും വഴക്കായോ ഇവിടെ? പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും. ദാ ഈ ജനാലേന്ന് ആ ജനാല, ആ വാതിലിന്ന് ഈ വാതില്. പല്ലിയെ കെട്ടിയിട്ട് വളർത്താൻ പറ്റുമോ? നിന്റെ അടുക്കളയിൽ പല്ലി വന്നപ്പം പ്രശ്നമായല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നീ നിന്റെ അടുക്കളയിലെ വൃത്തികെട്ട അലമാര ക്ലീൻ ചെയ്തപ്പോ അതിലെ എലിയൊക്കെ എന്റെ അടുത്തേക്ക് വന്ന ഓർമ്മയുണ്ടോ? അപ്പൊ നീ എവിടെയായിരുന്നു? ഞാൻ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അമ്മായിക്ക് ദേഷ്യം വന്നു. അങ്ങനെ 2 മക്കളെ അവള് വിളിപ്പിച്ചു. മതി, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്തോളാം. രമേശ്, മുകേഷ്, ഇപ്പൊ തന്നെ മേസ്ത്രിയെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് ആ ജനാല അങ്ങ് അടച്ചേക്ക്. അങ്ങനെ മേസ്ത്രിയെ വിളിപ്പിച്ച് ആ ജനാല അങ്ങ് അടയ്ക്കുകയും ചെയ്തു. അടുക്കളയിലെ ജനാല അങ്ങ് അടഞ്ഞു. അടഞ്ഞപ്പോഴേക്കും അനിത സുനിതയ്ക്കും ടെൻഷനായി. കാരണം നേരം പോക്കിന് അവരുടെ ഒരു കാര്യവും ഇല്ലായിരുന്നു. 2പേരുടെയും പിള്ളേര് രാവിലെ സ്കൂളിൽ പോകും. അമ്മായിയമ്മ ഭജനയ്ക്ക് പോവായിരുന്നു. 2പേരുടെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകും. 2പേരും അവരവരുടെ മുറിയിൽ വെറുതെ കുത്തിയിരിപ്പായി. പിന്നെ ഇടയ്ക്ക് പോയിട്ട് പാചകമൊക്കെ ചെയ്യുമായിരുന്നു. 2പേര് ജനാലയിലോട്ട് നോക്കും. പക്ഷെ മേസ്ത്രിയാണെങ്കിൽ ആ ജനാല അടയ്ക്കുകയും ചെയ്തു. 2പേരും വിഷമത്തിലായി. വൈകുന്നേരം ആയപ്പോ പച്ചക്കറി വാങ്ങാൻ ഒരുമിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് അവര് തമ്മിൽ കാണുന്നത്. ചേട്ടത്തി, എന്തുണ്ട്? എനിക്ക് കുഴപ്പമില്ല സുനിത. നിനക്കെന്തുണ്ട്? എനിക്ക് കുഴപ്പമില്ല. അല്ല, എവിടെ പോവാ? ഞാൻ പച്ചക്കറി വാങ്ങാൻ പോവാ. ബിട്ടൂനും രോഹിക്കും വെണ്ടയ്ക്ക തിന്നാൻ കൊതി. ചന്തയിൽ ഫ്രഷ് വെണ്ടയ്ക്ക വന്നിട്ടുണ്ടാവും. വൈകുന്നേരം അതുണ്ടാക്കാലോ. ആണോ? ഞാൻ മട്ടർ പനീർ വാങ്ങാൻ പോവായിരുന്നു. ബബ്ലൂനും പിങ്കിക്കും ഇന്ന് മട്ടർ പനീർ തിന്നണമെന്ന് പറഞ്ഞു. ആണോ? എന്നപ്പോ ഒരുമിച്ച് പോകാം. അതിനെന്താ? 2പേരും ഒരുമിച്ച് മാർക്കറ്റിലോട്ട് പോവെങ്കിലും സംസാരിക്കില്ല അധികം. 2പേർക്കും ഒരു മടിയായിരുന്നേ. കാരണം കുറച്ചു ദിവസം മുമ്പ് 2പേരും ഭയങ്കര വഴക്കായിരുന്നു. അതുകൊണ്ട് അവർക്ക് സംസാരിക്കാനും അധികം ഇല്ല. 2പേരും അവരവരുടെ വീട്ടിലെത്തും.
ഇപ്പുറത്ത് അനിത വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പുറത്ത് സുനിത മട്ടർ പനീർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്തോ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പോലെ. അത് വേറൊന്നുമല്ല, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല. മമ്മി, അമ്മായിയുടെ വീട്ടിൽ നിന്ന് മട്ടർ പനീറിന്റെ മണം വരുന്നു. എനിക്ക് കൊതിയാവണു അമ്മ. ഇന്ന് നീ വെണ്ടയ്ക്ക കൂട്ടി കഴിക്ക് ചപ്പാത്തി, നാളെ നോക്കാം. മമ്മി, ബബ്ലുവിനും ലേഡീസ് ഫിംഗർ വളരെ ഇഷ്ടമാണല്ലേ? എത്ര സ്നേഹത്തോടെയാണ് അവൻ മമ്മിയുടെ കയ്യിൽ നിന്നത് കഴിക്കാറുള്ളത്. അത് ശരിയാണ്, കുറച്ച് കൊടുത്തേക്കട്ടെ. അങ്ങനെ തോന്നെങ്കിൽ കൊടുക്ക്. ഇപ്പുറത്തെ സുനിത അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അല്ല മമ്മി, ബിട്ടുചേട്ടന് മട്ടർ പനീർ കൊടുക്കണ്ടേ? ഇതുവരെ പോയില്ലേ? ആ, ഞാൻ പോകുവാണ്. സുനിതയ്ക്ക് അറിയില്ലായിരുന്നു അനിത വെണ്ടയ്ക്കയും കൊണ്ടുവരുവാണെന്ന്. രണ്ടുപേരും അവരുടെ വാതിൽ തുറക്കുമ്പോ ഞെട്ടിത്തെറിച്ചു പോകും. സുനിത, നീയോ? അതെ ചേട്ടത്തി, ബിട്ടുവിന് മട്ടർ പനീർ ഇഷ്ടമല്ലേ? ഞാൻ ബബ്ലുവിന് വേണ്ടി വെണ്ടയ്ക്ക കൊണ്ടുവന്നാ. ബബ്ലുവിന് വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വെണ്ടയ്ക്കയും മട്ടർ പനീറും കൊടുത്ത് അനിതയുടെ സുനിതയുടെ കണ്ണങ്ങ് നിറഞ്ഞു. അനിതയും സുനിതയുടെ അടുക്കളയിലെ ജനാല അടഞ്ഞുപോയതിനു ശേഷം രണ്ടു വീട്ടിലും ശാന്തത നിറഞ്ഞതായിരുന്നു. പക്ഷെ രണ്ടുപേരും ആ അടുക്കളയിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കി രസത്തിൽ പോയിക്കൊണ്ടിരുന്നതല്ലേ, ഇപ്പോ ഒറ്റപ്പെട്ടു പോയി. എത്രയൊക്കെ വഴക്കിട്ടാലും ഒരു കൂട്ട് അത് രസമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പറ്റില്ലെന്നായി. അനിതയ്ക്കും സുനിതയ്ക്കും അവര് ചെയ്ത തെറ്റ് നല്ലോണം മനസ്സിലായി. ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും വാക്കുകൊടുത്തു. രണ്ടുപേരും നന്നായപ്പോൾ അമ്മായിയമ്മ അടുക്കളയിലെ ആ മതിലങ്ങ് പൊളിച്ചു. അങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ജനാല വന്നു. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. വീട്ടിൽ സന്തോഷവും തമാശയും കൊണ്ടങ്ങ് നിറഞ്ഞു. അങ്ങനെ അടുക്കളയിലെ ആ മതിൽ അവര് തമ്മിലുള്ള സൗഹൃദത്തിന് ഐതിഹ്യമായി മാറി. അരെ ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തൂ. എന്താ സ്വാതി, നീ എന്തിനാണ് പെട്ടെന്ന് വണ്ടി നിർത്തിയത്? എനിക്ക് നന്നായി വിശക്കുന്നു. വരൂ, നമുക്ക് പോയി ചൗമൻ കഴിക്കാം. നീ എത്ര വലിയ വീട്ടിലെ മകളാണ്, പക്ഷെ ഈ സ്റ്റോളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നിന്റെ ഹോബി എന്താണെന്ന് എനിക്കറിയില്ല. വാ, ഇനി നിന്റെ ലെക്ചർ നിർത്ത്. ഇഷ്ടമുള്ളതല്ലേ കഴിക്കാൻ പറ്റൂ. സ്റ്റോളിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിച്ച കിട്ടില്ല. സ്വാതി തന്റെ കൂട്ടുകാരി നിധിയോടൊപ്പം ചൗമീൻ സ്റ്റോളിലേക്ക് പോയി. അവൾ ചൗമീൻ വാങ്ങി വളരെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു യാചക പെൺകുട്ടി അവിടേക്ക് വന്നു. ദയവായി എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ, എനിക്ക് വളരെ വിശക്കുന്നു. വിശക്കുന്നുണ്ടോ? ഹയ്യ, ഒരു പ്ലേറ്റ് തരൂ, ഒരു പ്ലേറ്റ് പാക്കും ചെയ്യൂ. സ്വാതി സ്റ്റാളുകാരനോട് പറഞ്ഞ് ഭിക്ഷക്കാരി പെൺകുട്ടിക്ക് കഴിക്കാൻ ആഹാരം നൽകുന്നു. ആ സ്റ്റാളിന്റെ അടുത്ത് നിന്നിരുന്ന രോഹൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇത്രയും പണക്കാരിയായ വീട്ടിലെ പെൺകുട്ടിയുടെ പെരുമാറ്റം അവനെ വളരെ ഇഷ്ടപ്പെട്ടു. ചൗമൻ കഴിച്ച് അവൾ തന്റെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. സത്യത്തിൽ സ്വാതിക്ക് സ്റ്റോൾ ഫുഡ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ പലപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റോളിൽ എത്താറുണ്ടായിരുന്നു. രോഹനും ചിലപ്പോഴൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലും സ്റ്റോളിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്വാതിയെ കാണാറുണ്ടായിരുന്നു. സ്റ്റോളിൽ വെച്ച് കണ്ട് അവർ പരസ്പരം പ്രണയത്തിലായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, റോഹൻ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ മാത്രം. നീ പെട്ടെന്ന് നിന്റെ വീട്ടുകാരോട് പോയി സംസാരിക്കണം. ഞാനും എന്റെ പാരന്റ്സിനോട് സംസാരിക്കാം. മാഡം, നിങ്ങൾ കൊട്ടാരത്തിലെ രാജ്ഞിയാണ്. ഞാനാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരനും. എന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? അതോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? ശരി, ഞാൻ ഇതേക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാം. രോഹൻ തന്റെ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ സ്വാതിയും തന്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. പിന്നീട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അവരുടെ വിവാഹം നടക്കുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്ന സ്വാതി ഇപ്പോൾ മിഡിൽ ക്ലാസ് ഭർത്തൃവീട്ടിലേക്ക് വരുന്നു. തന്റെ ഭർത്തൃഗൃഹത്തിലേക്ക് വരുന്ന സമയത്തും സ്വാതിയുടെ കണ്ണ് തെരുവിലെ സ്റ്റാളുകളിലായിരുന്നു. സ്വാതിയുടെ ഭർത്തൃഗൃഹം ചാന്ദിനി ചൗക്കിലായിരുന്നു. അവിടെ ആഹാരത്തിന് പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എന്റെ ഭർത്തൃഗൃഹം ഇത്രയും ഇടുങ്ങിയ തെരുവിലാണ്, പക്ഷേ ഇവിടുത്തെ സ്റ്റാളുകൾ ശരിക്കും രസകരമായി. ഹൈ ഹൈ, ബർഗർ, ചൗമീൻ, ഗോൾഗപ്പേ, ദഹി പപ്പടി, ആലുപുടി, കടി ചാവൽ, വാ വാ, നല്ല രസമായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ അവളുടെ അമ്മായിയമ്മ ആരതിയൊഴിഞ്ഞ് അവളെ സ്വീകരിക്കുന്നു. എന്റെ ഇളയ മരുമകളെ, നിനക്ക് ഭർത്തൃ വീട്ടിലേക്ക് സ്വാഗതം. എന്റെ 2 മരുമക്കളും വന്നു. ഇപ്പോൾ ഞാൻ ഈ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വതന്ത്രയാണ്. മൂത്ത മരുമോളെ, സ്വാതി അവളുടെ മുറി വരെ കൊണ്ടുചെന്നാക്കൂ. ചേട്ടത്തി അനിയത്തിയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ചേട്ടത്തി, ഈ മുറി ചെറുതാണല്ലേ? നിങ്ങളുടെ വീട് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ മുറി നിങ്ങൾക്ക് വളരെ ചെറുതായി തോന്നുന്നത്. അതെ, ശരിയായിരിക്കും. നാളെ നിന്റെ ആദ്യത്തെ അടുക്കളയാണ്. നേരത്തെ എഴുന്നേൽക്കണം.
അടുത്ത ദിവസം രാവിലെ സ്വാതി എല്ലാവർക്കും വേണ്ടി ഹൽവയും പൂരിയും ഉണ്ടാക്കുന്നു. അവൾ ഉണ്ടാക്കിയ ഭക്ഷണം വീട്ടുകാർക്ക് അധികം ഇഷ്ടമായില്ല. എന്നാലും അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ എല്ലാവരും അവളെ പ്രശംസിക്കുന്നു. പകൽ സമയത്ത് അയൽപക്കത്തെ സ്ത്രീകൾ സ്വാതിയെ മുഖം കാണിച്ച ശേഷം പോകുന്നു. അങ്ങനെ വൈകുന്നേരമാകുന്നു. അമ്മേ, വീട്ടിൽ മത്തങ്ങയും കുമ്പളങ്ങയും ഇരിപ്പുണ്ട്. അത്താഴത്തിന് എന്താണ് ഉണ്ടാക്കേണ്ടത്? മരുമോളെ, ഇന്ന് കുമ്പളങ്ങ ഉണ്ടാക്ക്. അത് കഴിഞ്ഞ ആഴ്ചയേ ഇരിക്കുവാണ്. സഹോദരി ഉമ ഗ്രാമത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുമ്പളങ്ങ? അത്താഴത്തിന് ആരാണ് കുമ്പളങ്ങ കഴിക്കുന്നത്? എന്നെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല. ഇന്ന് എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ദഹിബാലെ, രാജ്മ ചാവൽ പോലെ എന്തെങ്കിലും. ഈ സ്ട്രീറ്റിന് പുറത്ത് തന്നെ ഒരുപാട് സ്റ്റാളുണ്ട്. എന്നാൽ ഞാനെങ്ങനെ പുറത്തു പോകും? എന്തേലും ബുദ്ധി പ്രയോഗിക്കൂ സ്വാതി. ഐഡിയ. സ്വാതി വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. കൂടാതെ അവൾ ഭക്ഷണം കഴിക്കാനും വിസമ്മതിക്കുന്നു. രോഹനെ ഫോൺ ചെയ്യാം. അവൻ വന്നാൽ ഉടൻ ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്വാതി രോഹന് ഫോൺ ചെയ്യുന്നു. അവൻ ബിസിയായിരുന്നതിനാൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ഈ രോഹൻ ഫോൺ പോലും എടുക്കുന്നില്ല. കുറച്ച് ബുദ്ധി പ്രയോഗിക്കൂ. സ്വാതി അവിടെയും ഇവിടെയുമൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് സ്വാതി ജനൽ കാണുന്നു. അവൾ അതിലൂടെ പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ ദാഹിബാലയുടെ സ്റ്റാളിനടുത്തെത്തുന്നു. അവൾ വയറ് നിറച്ച് ദാഹിബാലയും രാജ്മ ചാവലും കഴിക്കുന്നു. എന്നാൽ അവളെ അയൽവക്കത്തുള്ള ഗപ്പു ആന്റി കാണുന്നു. ഇത് സരളയുടെ പുതിയ മരുമകളല്ലേ? ഇവൾ ഇന്നലെയല്ലേ വിവാഹം കഴിച്ചു വന്നത്? ഹൈ റാം, എന്തൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ മരുമകൾക്ക് ഒരു നാണക്കേടും ഇല്ല. കുറച്ചു സമയം കഴിഞ്ഞ് പിടിക്കൂ സഹോദര പൈസ. മാഡം ജി, 200 രൂപയ്ക്ക് ചില്ലറയില്ല. കുഴപ്പമില്ല, നിങ്ങൾ വെച്ചോളൂ ടിപ്പായിട്ട്. വയറ് നിറഞ്ഞ ശേഷം അവൾ അതേ ജനാലയിലൂടെ തന്നെ തിരിച്ചു വരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ ചേട്ടത്തി അവൾക്ക് വേണ്ടി കിച്ചടി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇത് കഴിക്കൂ സ്വാതി, ഇത് കഴിച്ചാൽ വയറുവേദന മാറും. വേണ്ട ചേട്ടത്തി, ഒട്ടും വിശപ്പില്ല. ഉള്ള വയറുവേദന ഒന്നും കഴിക്കാതിരുന്നാൽ കുറച്ചു കഴിഞ്ഞ് തന്നെ മാറിക്കോളും. എന്നാൽ ശരി, പിന്നീട് വിശക്കുകയാണെങ്കിൽ പറയണം. അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് ഗപ്പു ആന്റി വരുന്നു. സമ്മതിക്കുന്നു സർല, ഇത് മോഡേൺ കാലഘട്ടമാണ്. എന്നാൽ ഇത്രയും മോഡേൺ ആണോ? ഇന്നലെ വന്ന മരുമകൾ പുറത്ത് സ്റ്റാളിൽ പോയി വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ആരുടെ മരുമകളുടെ കാര്യമാണ് പറയുന്നത്? നിന്റെ. ഇന്നലെ രാത്രി ഞാൻ അവളെ പുറത്ത് സ്റ്റാളിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാൻ കേട്ടത് വലിയ പണക്കാരിയാണെന്നാണ്. പിന്നെ എന്തിനാണ് സ്റ്റാളിലെ ഫുഡ്? അപ്പോഴേക്കും സ്വാതി അവിടേക്ക് വന്നു. എന്താ, താങ്കൾ എന്നെയാണോ കണ്ടത്? ഇന്നലെ എനിക്ക് വയറുവേദനയായിരുന്നു. ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. പറയാറില്ലേ, ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന്. അവളും എന്നെപ്പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ അവൾ എല്ലാ ദിവസവും തന്റെ ഭർത്താവിന്റെ വീട്ടുകാർ കാണാതെ കഴിക്കുമായിരുന്നു. ഒരു ദിവസം അവളുടെ ചേട്ടത്തി പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോൾ അവർ ഇതെല്ലാം കണ്ടു. അരെ, ഇത് അനിയത്തിയല്ലേ? ഇവളെങ്ങനെയാണ് സ്റ്റാളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നത്? അതുകൊണ്ടാണ് അവൾ വീട്ടിലെ ആഹാരത്തിനോട് അധികം താല്പര്യം കാണിക്കാത്തത്. അതിനർത്ഥം ഗപ്പു ആന്റി പറഞ്ഞത് സത്യമാണ്. അന്നു മുതൽ ചേട്ടത്തി അനിയത്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്വാതി എന്തോ കാരണം പറഞ്ഞ് സ്റ്റാളിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചേട്ടത്തി അമ്മായിയും കൂട്ടി സ്റ്റാളിന്റെ അടുത്തേക്ക് പോകുന്നു. ശരി, അപ്പോ ഇതാണ് നിന്റെ യഥാർത്ഥ രൂപം. വീട്ടിലെ ആഹാരം കഴിക്കാതെ എന്നും ഇവിടെ വന്ന് കഴിക്കുന്നു. നിനക്കറിയാമോ ഇതൊക്കെ എത്ര ദോഷകരമാണെന്ന്? വല്ലപ്പോഴുമൊക്കെ കുഴപ്പമില്ല, എന്നാൽ സ്ഥിരമായി പുറത്തുനിന്ന് കഴിക്കുന്നത് ദോഷകരമാണ്. ഒന്നും സംഭവിക്കില്ല. ഇന്ന് വരെ എന്റെ വീട്ടുകാർ എന്നെ തടഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളാരാണ് എന്നെ തടയാൻ? പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ സ്വാതിക്ക് വയറുവേദന വരുന്നു. അപ്പോഴേക്കും അവിടേക്ക് രോഹൻ വരുന്നു. അവർ എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇയാളുടെ വയറിൽ ആവശ്യത്തിലധികം ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പുറത്തെ ആഹാരം ഒരുപാട് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉടനെ തന്നെ ഇയാളുടെ ഓപ്പറേഷൻ ചെയ്യണം. ഏതെങ്കിലും സാധനം ആവശ്യത്തിൽ കൂടുതലായാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് എത്ര ദോഷകരമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇയാളുടെ അവസ്ഥ കണ്ട് മനസ്സിലായി കാണും. ഓപ്പറേഷൻ ചെയ്ത് സ്വാതിയുടെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഇതിൽ നിന്നൊക്കെ സ്വാതിക്ക് ഒരു കാര്യം മനസ്സിലായി. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാൾ ഫുഡ് അവളുടെ ജീവൻ പോലും എടുക്കുമായിരുന്നു എന്ന്. Thanks for watching.